ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:15 ബ്രഹ്മപുരം പ്ലാന്റിൽ തീ കണ്ടത്. അത് വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു. പക്ഷേ ചൂട് കൂടി വരുന്ന കാലാവസ്ഥയിൽ തീപിടുത്തം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ബ്രഹ്മപുരത്ത് ഉണ്ടായ തീപിടുത്തം നഗരവാസികളെ എത്രത്തോളം പ്രയാസത്തിലാക്കിയെന്നുള്ളത്. ഇന്ന് ഇവിടെ ഒരു തീ കണ്ടു. അത് വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു അല്ലേ? യെസ്, ഇവിടെ ഒരു ചെറിയ തീ ഉണ്ടായിരുന്നു. അത് 5 മിനിറ്റങ്ങ് ഞങ്ങളത് കാണുകയും അത് അപ്പം തന്നെ അത് കെടുത്താനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്തു. ഇവിടെ ഈ ബ്രഹ്മപുരത്ത് ഇനി അങ്ങനെ ഒരു തീ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ ഒരു തീ ഉണ്ടാകുകയില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പം തന്നെ ഫെബ്രുവരി മാസമാണ്, ഇനി മാർച്ച്, ഏപ്രിൽ, മെയ് കിടക്കുകയാണ്. ചൂട് കൂടി വരികയാണ്. അപ്പോൾ തീ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതിനെങ്ങനെ നിയന്ത്രണ വിധേയമാക്കാനാണ് സജ്ജമായിരിക്കുന്നത്? ഈ 25 ഫയർ വാച്ചേഴ്സിനെ ഇവിടെ 24 മണിക്കൂർ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ നമുക്കൊരു വലിയ വാച്ച് ടവറുണ്ട്. ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ ഈ ബ്രഹ്മപുരം പ്ലാന്റ് മുഴുവൻ കാണാം. എവിടെയെങ്കിലും ഒരു പുകയോ ഒരു തീയോ ഉണ്ടായാലും അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ 24 മണിക്കൂറും ഈ ചൂട് കാലത്ത് ഒരു ഫയറിൻ്റെ വെഹിക്കിൾ ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടം തീ ഉണ്ടായത് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന വേസ്റ്റിൻ്റെ അടിയിൽ നിന്ന് ഗ്യാസ് ഫോം ചെയ്ത് അത് കത്തിയാണ് ഉണ്ടായത്. അതിപ്പോഴും അതിനുള്ള സാധ്യത നിലനിൽക്കുന്നതല്ലേ? ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇങ്ങോട്ട് വരുന്നേ ഇല്ല. ആകെ വരുന്നത് ഫുഡ് വേസ്റ്റ് മാത്രമാണ്. കഴിഞ്ഞ വട്ടം ഉണ്ടായ പോലെ ഒരു തീപിടുത്തം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെയുള്ള ഒരു പുകയോ മാലിന്യമോ അല്ലെങ്കിൽ തീപിടുത്തമോ ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും അതാണ് നഗരവാസികൾക്കും ആവശ്യം. കാരണം ഇനിയൊരു ബ്രഹ്മപുരം കഴിഞ്ഞ വട്ടം ഉണ്ടായതുള്ളൊരു തീപിടുത്തം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അധികൃതരുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആന്റണി ഗ്രീക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.